ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്നതിലേക്ക് സ്വാഗതം. അഭിലാഷ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് പ്രിയപ്പെട്ട അഭിലാഷിന് ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേ വെച്ചുകൊണ്ട് പോസ്റ്റ് വന്നു. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞിട്ട് പടം പലയിടത്ത് അനൗൺസ് ചെയ്തിരുന്നു. ടൈറ്റിൽ അനൗൺസ്മെന്റ് അടുത്താണ്. അപ്പോൾ ആ പടത്തിന്റെ പ്രീ ടീസർ വരാൻ പോകണമെങ്കിൽ മാർച്ച് 14 അപ്പോൾ അതിന്റെ ഒരു അനൗൺസ്മെന്റ് കണ്ടിട്ടുണ്ട്. പിന്നെ പെല്ലിക്കണി പ്രസാദ് എന്ന് പറഞ്ഞ പടത്തിന്റെ 9 ഡേയ്സ് ടു ഗോ പോസ്റ്റ് വന്നു. പിന്നെ എവിടെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടുള്ള പടം റിലീസിന് വരുന്നുണ്ട് ഈ മാർച്ച് 21 നാനി വിജയ് ദേവരകൊണ്ട മാൽവിക നായർ ഇവരൊക്കെ മെയിൻ കഥാപാത്രം എത്തിയ പടമാണ്. എന്തായാലും മറ്റേ എന്താ അവസ്ഥ എന്നുള്ളത് കണ്ടറിയാം. പിന്നെ സ്വീറ്റ് ആർട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ കാലമേഘ കരികിന്തി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ തനു ജതക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ലിറിക്കൽ വീഡിയോ ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏപ്രിൽ 4 നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസാവുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ അർജുൻ എന്ന് പറഞ്ഞ ആളുടെ ടീച്ചർ വരാൻ പോവാണ്. അത് അശ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരിക്കും ലോഞ്ച് ചെയ്യാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ പടത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തിരിക്കുന്ന ഏഷ്യാനെറ്റ് ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയതാണ്. ഈ പടം ടിവിയിൽ ഇതുവരെ വന്നിട്ടില്ല എന്നൊരു സംശയമുണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഡക്കോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ പ്രൊഡ്യൂസർ സുപ്രിയ യർലഗഡ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ബർത്ത്ഡേ വിഷയങ്ങൾ പോസ്റ്റർ ഒക്കെയുണ്ട്. പിന്നെ ദിൽറുബ എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ഭാഗത്ത് നിന്ന് 2 ഡേയ്സ് ടു പോസ്റ്റും വന്നു. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട് പുതിയതായിട്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദ ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ അബ്രഹാം അഭിനയിക്കുന്ന പടം മാർച്ച് 14 റിലീസ് ആവുന്നത് വെച്ചാൽ നാളെ. അപ്പോൾ അതിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ചാഗോന്റെ പടം തമിഴിൽ റിലീസ് ആകാൻ പോവാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അതിന്റെ ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയാണ്. മാർച്ച് 14 തമിഴ് റിലീസ് ആകാൻ പോകുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ. പിന്നെ പടത്തിന് ഉപഹാര സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. തമിഴിലത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള പടം ആമസോൺ പ്രൈമിലൂടെ അല്ലെങ്കിൽ ആഹയിലൂടെ വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പടത്തിന് വരുന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞിടത്തിട്ട് ബുജ്ജിത്തള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് യൂട്യൂബ് മ്യൂസിക്കിലൊക്കെ ട്രെൻഡിങ്ങിലാണ്. അപ്പോൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നു. പിന്നെ നിറം മാറുമില്ലെങ്കിൽ എന്ന് പറഞ്ഞിടത്തിലത്തെ രാവണൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും പുറത്തിറക്കി. പിന്നെ പെരിസ് എന്ന് പറഞ്ഞിടത്തിന്റെ 2 ഡേയ്സ് ടു ഗോ പോസ്റ്റർ വന്നു. പിന്നെ തുടരും എന്ന് പറഞ്ഞിടത്തിലത്തെ കൺമണി പൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റിംഗിൽ പുറത്തിറങ്ങിയിരുന്നു. അത് 3 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വല്ലമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പ്രേംകി അഭിനയിക്കുന്ന പടത്തിലത്തെ മകളെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരും പറഞ്ഞതും എന്തായാലും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. വെങ്കട് പ്രഭു ആണ് പാട്ട് പാടിയിട്ടുള്ളത്. ജയപ്രകാശാണ് പാട്ട് ഇറക്കിയതും. പിന്നെ വരുണൻ ഗോഡ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിടത്തിലത്തെ ബുക്കിംഗ് ഓപ്പൺ ആയി. നാളെ പടം റിലീസ് ആവുക. പിന്നെ അപ്ബീറ്റ് പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷൻ നമ്പർ 1 ഫസ്റ്റ് ലുക്ക് ഇന്ന് വരും പറഞ്ഞിരുന്നു. അത് വിജയ് സേതുപതിയാണ് ഇറക്കാനുള്ള അറിയിച്ചിട്ടുണ്ട്. 6 മണിക്കാന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. പിന്നെ സലാർ പാർട്ട് 1 സീസ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള റിലീസിന് വരുന്നുണ്ട് പറഞ്ഞിരുന്നു മാർച്ച് 21. എന്തായാലും അതിന്റെ ബുക്കിംഗ് രാവിലെ 11 മണി ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഡിസ്നപ്പിന്റെ ഭാഗത്ത് നിന്ന് പടത്ത് പുറത്തിറങ്ങിയ ഒരു പടമാണ് മുഫാസ ദ ലയൺ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മാർച്ച് 26 OTT റിലീസ് ആവുന്നത് അറിയിച്ചു. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പടത്തിലത്തെ ദ സോങ് ഓഫ് പ്രിൻസ് ഹാർട്ട് ബീറ്റ് കൂടാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അഫ്സലാണ് പാടിയിട്ടുള്ളത്. എന്തായാലും വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു കഥയായി പറഞ്ഞു കേൾക്കുന്നത് ഒരു 19 വയസ്സുള്ള ആള് ജോജോ എന്ന് പറഞ്ഞിട്ടുള്ള ആള് കുറെ പ്രണയത്തിലും അതേമാതിരി കുറെ പ്രശ്നത്തിലൊക്കെ പോയി പെടുകയാണ്. അതിനുശേഷം ഓരോ കാര്യത്തിനായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെയാണ് ബോക്സിങ്ങിന്റെ ഇതിലേക്ക് എത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും പടം എന്ന് പറയുന്നത് ഒരു സീരിയസ് പടമായിട്ടല്ല പോകുന്നത്. ഒരു കോമഡി ബോക്സിംഗ് രീതിയിലുള്ള ഒരു പടമായിട്ടാണ് പോകുന്നത്. എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു കഥ കേൾക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ശക്തി തിരുമകൻ എന്ന് പറഞ്ഞിട്ട് വിജയന്റെ അടുത്ത റിലീസ് ആകുമ്പോൾ പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. കാണാതെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ ജയസൂര്യ ആട് 3 എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിലിൽ തുടങ്ങാൻ പോവാണ്. എന്തായാലും 4 മാസത്തെ കണ്ടിന്യൂസ് ഷൂട്ട് ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. സൈജു ഉറപ്പാണ് അതിനെ കുറിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 4 മാസത്തെ ഷൂട്ട് കഴിഞ്ഞാൽ ക്രിസ്മസിന് ഈ പടം റിലീസ് ആവുന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ ചാവ എന്ന് പറഞ്ഞിട്ടുള്ള തെലുങ്കിൽ റിലീസിന് എത്തിയിരുന്നു. അപ്പോൾ 5 ദിവസം കൊണ്ട് 11.91 കോടിയിലും കൂടുതൽ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് തെലുങ്കിൽ നിന്ന് മാത്രം. പിന്നെ ഈ പടം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 11 OTT റിലീസ് ആവുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല, വരട്ടെ. പിന്നെ രാഹുൽ സദാശിവൻ ബ്രഹ്മയുഗത്തിന് ശേഷം അടുത്തായിട്ട് പ്രണവ് മോഹൻലാലിനെ വെച്ചിട്ടാണ് പടം എടുക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ഷൂട്ടിംഗ് ഏപ്രിലിൽ തുടങ്ങുന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. ഇതും ഹൊറർ രീതിയിൽ തന്നെയാണ് വരാൻ പോകുന്നത്. അതെന്ത് ഹൊററാന്നുള്ളത് നോക്കിയാൽ മതി. പിന്നെ എൽറ്റംപുരാൻ എന്ന് പറഞ്ഞതിന്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 മണിക്കായിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട് പുലർച്ചെ. പക്ഷെ അത് 6 മണിക്കാന്നുള്ളതും കേൾക്കുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ 6 മണിക്കൊക്കെ കിട്ടും എന്നുള്ള സംശയമാണ്. എന്തായാലും കേരളത്തിൽ 5 മണിക്കോ 6 മണിക്കോ ആയിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം എങ്ങനെ വരുന്നതെന്നുള്ളതൊക്കെ. പിന്നെ മമ്മൂട്ടി വില്ലനായിട്ട് വിനായകൻ നായകനായെത്തുന്ന പടമാണ് ജിതിൻ കെ ജോസ് എടുക്കുന്ന കളങ്കാവിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടുത്തെ ഡബ്ബിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിവിധങ്ങളാതെ അഭിനയിച്ച പടം 100 കോടി കളക്ഷൻ നേടിയ പടമാണ്. എന്തായാലും ഈ പടം ഇപ്പോൾ ലീക്കായിട്ടുണ്ട്, കുറച്ച് ദിവസമായി ലീക്കായിട്ട്. അപ്പോൾ എന്തായാലും ഈ പടത്തിന്റെ OTT റിലീസ് വരാൻ പോകാന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഈ മാർച്ച് 21 പടം OTTയിൽ റിലീസ് ആവുന്നുള്ള കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.